ഉദ്യാനസംസ്ഥഃ കവചീ ധനുഷ്മാൻ ശൂരോ അസ്ത്രധാരി ഗരുഡാനനശ്ച ക്രീഡാത്മജാലങ്കരണാർത്ഥ ചിന്താം കരോതി മധ്യേ മിഥുനസ്യ ചായം. മിഥുനം രാശിയുടെ മധ്യദ്രേക്കാണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നു മുതൽ നമ്മുടെ ദ്രേക്കാണ സ്വരൂപ പ്രകരണം എന്ന അധ്യായം ഇതുവരെ പഠിച്ച ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ തുറന്ന് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ തനിച്ചായിരുന്നു ഓരോ ശ്ലോകങ്ങളെക്കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഓരോ ശ്ലോകത്തിൻ്റെയും താല്പര്യങ്ങൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. അയ്യോ, അതെങ്ങനെയാണ്? ഒക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഉദ്യാനസംസ്ഥഃ കവചീ ധനുഷ്മാൻ ശൂരോ അസ്ത്രധാരീ ഗരുഡാനനശ്ച ക്രീഡാത്മജാലങ്കരണാർത്ഥ ചിന്താം കരോതി മധ്യേ മിഥുനസ്യ ചായം. ചായം മറ്റെന്താണ്? ചൈത്രം ചായം ചാലിച്ചു എന്നൊരു പാട്ടുണ്ടല്ലോ, ആ ചായമല്ല, ച അയം, അതാണ് ഇവിടെ ചായം. മധ്യേ മിഥുനസ്യ ചായം, മിഥുനത്തിൻ്റെ മധ്യേ, മിഥുനം രാശിയുടെ മധ്യദ്രേക്കാണത്തിൻ്റെ ഏത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണിത്? ദ്രേക്കാണ സ്വരൂപം. അപ്പോൾ മിഥുനം രാശിയുടെ മധ്യദ്രേക്കാണത്തിൻ്റെ സ്വരൂപം എന്നാണ് താല്പര്യം. എന്ത്? മധ്യേ മിഥുനസ്യ ചായം ചിന്താം കരോതി മധ്യേ മിഥുനസ്യ ചായം. ചിന്താം കരോതി, വളരെയധികം ചിന്തിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്വരൂപമാണ് മിഥുനം രാശിയുടെ മധ്യദ്രേക്കാണം എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്നാണ് അതിന് തൊട്ട് മുകളിലുള്ള വരി സൂചിപ്പിക്കുന്നത്. ക്രീഡാത്മജാലങ്കരണാർത്ഥ ചിന്താം കരോതി. ക്രീഡാത്മജാലങ്കരണാർത്ഥ എന്താണത്? ക്രീഡ, ആത്മജ, അലങ്കരണ, അർത്ഥ. ക്രീഡ എന്താണ്? ക്രീഡ ബാലസ്ഥാവൽ ക്രീഡാസക്ത എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാലസ്ഥാവൽ ക്രീഡാസക്ത, ക്രീഡ കളി, ബാല്യാവസ്ഥയിൽ ക്രീഡകളിൽ ആസക്തി ഉണ്ടാകുമെന്നാണ് ആ വരിയുടെ താല്പര്യം. ഇവിടെ ക്രീഡ കളി. എന്ത് കളി? ആലോചിക്കാം. ആത്മജ സന്തതി, പുത്രൻ. അലങ്കരണ അലങ്കാരം, ബാഹ്യാലങ്കാരങ്ങളെക്കുറിച്ചിട്ട്. അർത്ഥം സമ്പത്ത്, സ്വത്ത്, ധനം. അപ്പോൾ ക്രീഡാത്മജാലങ്കരണാർത്ഥം എന്ന് പറയുന്നത് കളികളെക്കുറിച്ചിട്ട്, അത് രതിക്രീഡയുമാകാം, സന്തതി വിഷയങ്ങളെക്കുറിച്ചിട്ട്, ആഭരണാദി അലങ്കാരങ്ങളെക്കുറിച്ചിട്ട്, മറ്റ് അർത്ഥങ്ങളെക്കുറിച്ചിട്ട്, സമ്പത്തുകളെക്കുറിച്ചിട്ട്. ചിന്താം കരോതി, ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വരൂപം. അങ്ങനെ ചിന്തിച്ചിരിക്കുക മാത്രമല്ല, അതിന് തൊട്ട് മുകളിലേക്കുള്ള വരിയിലേക്ക് നമ്മൾ പോയാൽ ശൂരോ, ശൂരനാണ്. അസ്ത്രധാരി, അസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്നുകൂടെ ചിന്തിക്കാം, വരട്ടെ. അപ്പോൾ ശൂരനാണ്, അസ്ത്രം കയ്യിലുള്ളവനാണ്, കയ്യിൽ അസ്ത്രം പിടിച്ചിട്ടുള്ളവനാണ്. ഗരുഡാനനശ്ച, ആനനമുഖം,
ഗരുഡനെ പോലെ മുഖമുള്ളവൻ. അപ്പോൾ ഗരുഡനെ പോലെ മുഖമുള്ളവനും അസ്ത്രം കയ്യിൽ പിടിച്ചിട്ടുള്ളവനും ശൂരനുമായിട്ടുള്ള ക്രീഡകളിലും പുത്രകാര്യങ്ങളിലും ആഭരണാദി അലങ്കരണ കാര്യങ്ങളിലും സ്വത്ത് കാര്യങ്ങളിലുമൊക്കെ ചിന്താം കരോതി, ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വരൂപം. മാത്രമല്ല അതിൻ്റെ കുറച്ചുകൂടെ മുകളിലേക്കുള്ള വരി നോക്കാം. ആദ്യത്തെ വരി കവചീ ധനുഷ്മാൻ. കവചമുള്ളവനും. പടച്ചട്ട എന്നൊക്കെ പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. പടച്ചട്ട മാത്രമായിക്കൊള്ളണമെന്നില്ല, പലതരത്തിലുള്ള കവചങ്ങളാകാം. അതേത് എന്നുള്ളത് നമ്മൾ എന്ത് വിഷയത്തെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടിരിക്കും. മാത്രമല്ല ധനുഷ്മാൻ, ഇവിടെയാണ് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞു എന്താണ് അസ്ത്രധാരി. ഇവിടെ അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പ് ധരിച്ചിട്ടുള്ളവൻ, അമ്പ് കയ്യിലുള്ളവൻ. ഇവിടെ ധനുഷ്മാൻ എന്ന് പറഞ്ഞാൽ ധനുസ്സുള്ളവൻ. ധനുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ വില്ല്. അപ്പോൾ വില്ലുള്ളവൻ എന്ന് പറഞ്ഞിട്ട്, വില്ലുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്പ് ഉണ്ടാവുമല്ലോ. അപ്പം വില്ല് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ അസ്ത്രധാരി എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻകാല ശ്ലോകങ്ങൾ പഠിച്ച ഒരു ശീലം വെച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്ന ധന്യാത്മാക്കൾക്ക് മനസ്സിലാകും. നമ്മൾ ഒരു ഈ ശ്ലോകത്തെ, ഓരോ ശ്ലോകങ്ങളെയും നമ്മൾ സമീപിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു ശ്ലോകം അതിൻ്റെ സാമാന്യാർത്ഥം, പ്രകടമായിട്ട് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണോ അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് അതൊന്നുമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ല ശരിക്കും അതിൻ്റെ താല്പര്യം ഗുഹ്യമാണ്, ഗഹനമാണ്, വളരെ ഗോപ്യമാണ്, അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറയും. ഈ രണ്ട് രീതിയിലാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി മുതൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകാലങ്ങളിലെ ശ്ലോകങ്ങൾ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വന്നിട്ടുള്ള ധന്യാത്മാക്കളെ സംബന്ധിച്ചിട്ട് ഒരു ശ്ലോകം പറഞ്ഞിട്ട് അതിൻ്റെ പ്രകടമായിട്ടുള്ള അർത്ഥം ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗുഹ്യമായിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയും കൂടി വേണം. ചിന്തിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ തലങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത ചെന്നെത്തുന്നു എന്നുള്ളതും ഒരു വിഷയമാണ്. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കാനായിട്ട് പഠിപ്പിക്കുന്ന മാഷിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഗിയർ ഇതാണ്, ഗിയർ അങ്ങോട്ട് ഇട്ടാൽ ഫസ്റ്റ്, ഇങ്ങോട്ട് ഇട്ടാൽ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു തന്നു. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവറാകില്ലല്ലോ. ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഗിയറും ഒക്കെ നിങ്ങൾ പ്രവർത്തിപ്പിച്ചൊരു പരിശീലനം കൂടി വേണ്ടേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചിട്ട്, ഓരോ സ്വരൂപങ്ങളെക്കുറിച്ചിട്ട് എന്തൊക്കെ തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധ്യത വന്നേക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇനി മുതൽ നമ്മൾ രണ്ട് കൂട്ടരും ചേർന്നിട്ടിരുന്നിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇനി മുതലുള്ള ശ്ലോകങ്ങൾ, ഇപ്പോൾ മുതലുള്ള ശ്ലോകങ്ങൾ, ഓരോ ശ്ലോകത്തിൻ്റെയും പ്രകടമായിട്ടുള്ള താല്പര്യം എന്താണോ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയും. എന്നിട്ട് മുൻകാലങ്ങളിലുള്ള ആ ശീലങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയ, ഞാൻ പറഞ്ഞു തന്ന ചില താല്പര്യങ്ങൾ ആ റൂട്ടിൽ അതിന് സമാനമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഏതൊക്കെ തലങ്ങളിൽ ഈ ഓരോ പദങ്ങളും ഈ ഓരോ ശ്ലോകവും നിങ്ങളെ ഏതൊക്കെ തലങ്ങളിൽ ബൗദ്ധികമായിട്ട് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ സ്വയം പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ മാത്രം പറ്റില്ല. നിങ്ങൾ ആ പരിശോധിച്ച് കിട്ടുന്ന ആ താല്പര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾക്ക് ഇന്നത് കൂടി നമുക്ക് ചിന്തിക്കാമല്ലോ എന്നുള്ളത് ഓരോ വീഡിയോയുടെയും ചോട്ടിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നിട്ട് ആ വരുന്ന കമൻറ്റുകളെല്ലാം കൂടെ വെച്ചുകൊണ്ടായിരിക്കും ഓരോ വീഡിയോയുടെയും അടുത്ത ക്ലാസ് ഞാൻ കൈകാര്യം ചെയ്യാം. അവിടെ നിങ്ങൾ എടുക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന ആ വിഷയം കൂടി പരാമർശിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത ഓരോ ശ്ലോകങ്ങളും. അടുത്തല്ല, ഈ ശ്ലോകം മുതൽ, ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രകടീകൃതമായിട്ടുള്ള താല്പര്യം മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ ആന്തരികമായിട്ട് കിടക്കുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഇപ്പോൾ മുതൽ ഇനിയുള്ള എല്ലാ ശ്ലോകങ്ങളും അങ്ങനെയായിരിക്കും. ആദ്യം ഞാൻ പ്രകടമായ അർത്ഥം പറയും, അത് കഴിഞ്ഞ് നിങ്ങളുടെ കമൻസ് വരും. ആ കമൻസ് എല്ലാം കൂടെ വായിച്ചിട്ട് അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിട്ടായിരിക്കും നമ്മൾ
അതിൻ്റെ ആധികാരികമായിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്യുക. ശരി. ഉദ്യാന സംസ്ഥഃ, ഉദ്യാനത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. കവചി, കവചം ഉള്ള, സംരക്ഷണമുള്ള. ധനുഷ്മാൻ, വില്ല് ഉള്ളവൻ. ധനുഷ്മൻ, ധനുഷ്ധാരി എന്നല്ല പറഞ്ഞത്, വില്ല് ധരിച്ചവൻ എന്നല്ല പറഞ്ഞത്, പിന്നെയോ വില്ലുള്ളവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുണ്ട്. അതല്ലാതെ ഒരാവശ്യം വരുമ്പോൾ അയലോക്കക്കാരൻ്റെ അടുത്ത് ചേട്ടാ ആ വില്ല് ഇങ്ങോട്ട് തരുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് സ്വന്തമായിട്ടുണ്ട്. ധനുഷ്മാൻ. ശൂരോ, ശൂരനാണ്. അസ്ത്രധാരി, അസ്ത്രം ധരിച്ചവൻ, അസ്ത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് ആണ്. മീൻസ് അതിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രാരംഭത്തിലേക്കെത്തി, പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ള ഒരു ധാരണയാണ് അസ്ത്രധാരി. മനസ്സിലാവുന്നുണ്ടോ? ധനുഷ്മാൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ട് വില്ല്. ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെ താല്പര്യങ്ങളുണ്ടാകാം എന്നുള്ളതൊന്നും ചിന്തിച്ച് നോക്കും. നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതെല്ലാം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തു. ഗരുഡാനനശ്ച, ഗരുഡനെ പോലെ മുഖമുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർത്ത ചുണ്ടുള്ളവൻ എന്നല്ല പറയേണ്ടത്. ഗരുഡൻ്റെ സ്വഭാവം എന്താണ്? ഗരുഡൻ ആകാശത്തിൽ, ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിൽ പറക്കുന്ന ആളാണ്. പക്ഷേ അങ്ങനെ വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ അയാളുടെ കാഴ്ച എന്താണ്? വളരെ മുകളിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ഈ ഭൂമിയും സമുദ്രവുമൊക്കെ വളരെ വിശാലമായിട്ടാണ് അയാൾക്ക് കാണാൻ പറ്റുന്നത്. അത്രയും വിശാലമായ ആ ഭൂമിയിൽ, ആ വിശാലമായ ജലപ്പരപ്പിൽ, ആ വിശാലമായ പ്രകൃതിയിൽ അവൻ ആവശ്യമുള്ള ചെറുതാണെങ്കിൽ പോലുമുള്ള വസ്തുവിനെ അത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് കാണുവാനുള്ള കാഴ്ച ഉള്ളവൻ, കാഴ്ചപ്പാടുള്ളവൻ. അവൻ ആവശ്യം എന്താണോ അത് വളരെ ദൂരെ നിൽക്കുകയാണെങ്കിൽ പോലും അവന് കാണാൻ പറ്റുന്നവൻ. ഗരുഡാനനശ്ച. ക്രീഡ, ആത്മജ, ക്രീഡ, കളികൾ. അത് രതിക്രീഡയുമാകാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പലതരത്തിലുള്ള ക്രീഡകൾ. ആത്മജ, സന്തതി, അലങ്കരണം, ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. അർത്ഥം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ട് ചിന്താംകരോതി, ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വരൂപമാണ് മധ്യേ മിഥുനസ്യ, മിഥുന രാശിയുടെ മധ്യതിരേക്കാണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഉദ്യാനത്തിലിരുന്നു കൊണ്ട് കവചിതനായിട്ട്, സ്വന്തമായിട്ട് വില്ല് ഉള്ള, ശൂരനായിട്ടുള്ള, അസ്ത്രധാരിയായിട്ടുള്ള ഗരുഡന് സമാനമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ട്, അഥവാ കാഴ്ചപ്പാടോടു കൂടിയിട്ട് ക്രീഡകളെക്കുറിച്ചിട്ട്, സന്തതികളെക്കുറിച്ചിട്ട്, അലങ്കാര വസ്തുക്കളെക്കുറിച്ചിട്ട്, സമ്പത്തിനെക്കുറിച്ചിട്ട് ഒക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സ്വരൂപം. അതാണ് മിഥുനം രാശിയുടെ മധ്യതിരേക്കാണം എന്നാണ്. ഉദ്യാന സംസ്ഥഃ കവചി ധനുഷ്മാൻ ശൂരോ അസ്ത്രധാരി ഗരുഡാനനശ്ച ക്രീഡാത്മജാലങ്കരണാർത്ഥ ചിന്താം കരോതി മധ്യേ മിഥുനസ്യ ചായം എന്ന ഈ ശ്ലോകത്തിൻ്റെ പ്രകടമായ താല്പര്യം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദ്രേക്കാണം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ പ്രകടമായ അർത്ഥങ്ങൾ ആയിരിക്കില്ല പ്രയോഗിക്കേണ്ടി വരുന്നത്. പിന്നെയോ ഗോപ്യമായ താല്പര്യങ്ങൾ തന്നെയായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമാക്കി വച്ചിരിക്കുന്ന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പശുവിന് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നത് പോലെയാണ് ഇത്യാദി ശ്ലോകങ്ങൾ. നമ്മൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് പശുവിന് കൊണ്ട് കൊടുത്താൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പശു അത് വാങ്ങിച്ച് കഴിക്കില്ല. പിന്നെ നമ്മളെന്താ ചെയ്യുക? ഒരു പഴത്തിൻ്റെ അകത്ത് ആ ഇംഗ്ലീഷ് മരുന്ന് കയറ്റി വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ പശു അത് കഴിക്കും. നമ്മൾ കൊടുത്തത് ഇംഗ്ലീഷ് മരുന്നാണ്, പക്ഷേ പശു കഴിക്കുന്നത് പഴമാണ്. ആ പഴം കഴിക്കുമ്പോൾ പശുവിൻ്റെ ഉള്ളിൽ പോകുന്നത് പഴമല്ല, ഇംഗ്ലീഷ് മരുന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ശ്ലോകങ്ങളൊക്കെ പഴത്തിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളാകുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ഇരിപ്പുണ്ട്. അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് ചിന്ത കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഗുരുകൃപ കൊണ്ട് നമുക്ക് വരേണ്ടതാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് ഈ ശ്ലോകത്തെക്കുറിച്ചിട്ട് നിങ്ങൾ
ചിന്തിച്ചു തുടങ്ങൂ. ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഇതിൽ ചിന്തിച്ചിട്ട് എന്തൊക്കെ താല്പര്യങ്ങൾ ഗോപ്യമായിട്ട് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആലോചിക്കൂ. എന്നിട്ട് അതിൻ്റെ ഒരു ചിത്രം, അത് ശരിയാവാൻ തെറ്റുമാകാം, മനസ്സിലാവുന്നു. ഇമ്പോസിഷനൊന്നും എഴുതിക്കില്ല, അച്ഛനെ അമ്മയും വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി, ഇത്യാദി പരിപാടികളൊന്നുമില്ല. തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തു. അതെല്ലാം ഇന്ന് തന്നെ ചെയ്യുകയും വേണം. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തൊട്ടടുത്ത ക്ലാസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് ദിവസം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേപോലെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. മിക്കവാറും ഡെയിലി ഒരു ക്ലാസ് വരുമെന്ന്, പക്ഷേ ക്ഷമിക്കണം, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അവിചാരിതമായി മറ്റ് കുറച്ച് അസൗകര്യങ്ങൾ വന്നുപെട്ടു. ഇനി മറ്റ് അസൗകര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാതെ കുറച്ച് ദിവസം ഫ്രീ ഉണ്ട് എന്നാണ് കരുതുന്നത്. നിങ്ങൾ എത്രമാത്രം റെസ്പോണ്ട് ചെയ്യും അത്രമാത്രം ഫാസ്റ്റായിട്ട് ഞാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ശരി, ശിവോഹം ശിവോഹം.